അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്ക് മനുഷ്യവംശ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ അബ്രാഹാം ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സ്നേഹത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. കർത്താവ് നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനം അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാവരും ഭാഗ്യവാന്മാരാകുന്നു. ധനികൾ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും അനന്തരങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നാകുന്ന നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഘോരതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ,
പരിപാവനാമമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 തിരുവചനങ്ങൾ 9 മുതൽ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ലിബിൻ ആൻഡ് റോസ്ലിൻ്റെയും ലിബിൻ്റെയും മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ലിബിനെയും റോസ്ലിനെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തുടക്കത്തിൻ്റെ ഒരു നിമിഷമാണ്. അവരുടെ ജീവിതത്തിൽ രണ്ട് ദിശയിൽ നിന്ന് വന്ന, രണ്ട് വഴിയിൽ നിന്ന് വന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഒരുമയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ തങ്ങളുടെ ജീവിതയാത്ര ഒരുമിച്ച് മുന്നോട്ട് നീക്കുവാനായിട്ട് അവർ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ച് ഈ ബലിവേദിക്ക് മുന്നിലായിരിക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരിന്നെടുക്കുന്ന തീരുമാനം, വാഗ്ദാനം, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മുദ്രിതമാകപ്പെടുവാനോ ആ കൃപയിൽ അനുദിനം വളരാനോ നല്ലൊരു ക്രൈസ്തവ കുടുംബമായി ആ മക്കൾ നല്ല മാതൃകയായി ഈ സമൂഹത്തിൽ ജീവിക്കുവാനും ഇടവരുത്തി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിൻ്റെ പക്കലേക്ക് എല്ലാ സൃഷ്ടവസ്തുക്കളെയും പേരിടുവാനായിട്ട് കൊണ്ടുവരികയാണ്. ആദ്യം എല്ലാത്തിനും പേരിട്ടു. പക്ഷേ പിന്നീട് ദൈവം കണ്ടു അവൻ ദുഃഖിതനായിരുന്നു, അവൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ ആഴത്തിലുള്ളൊരു നിദ്രയിൽ ആഴ്ത്തി അവൻ്റെ വാരിയിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ച അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ ആദം ഉദ്ഘോഷിക്കുക, അല്ലെങ്കിൽ പറയുക ഇപ്രകാരമാണ്: അറ്റ്ലീസ്റ്റ് ദ ബോൺ ഓഫ് മൈ ബോൺ, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. മറ്റുള്ള ആ ജീവികളിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആദത്തിൻ്റെ ആ ബുദ്ധിശക്തിയോട് പ്രതികരിക്കുവാൻ, താധ്യാത്മ്യപ്പെടുവാനായിട്ട്
അവൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിനോട് കോംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട്, അനുരൂപപ്പെടുവാനായിട്ട്, അതിന് തക്ക, അതിന് ഒത്ത ഒരു വ്യക്തി. അപ്പോൾ പരസ്പര പൂരകമായി പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ആദരിക്കാനും പരസ്പരം ഐക്യത്തോടുകൂടി സ്വർഗീയ സമാനമായ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുവാനുമായിട്ടാണ് ആദത്തെയും ഹവ്വായെയും ദൈവം ആ മനുഷ്യ ജീവിതങ്ങൾക്കുള്ള ആ ഒരു ലക്ഷ്യവും ഉദാത്തമായ ആ ഒരു ലക്ഷ്യം ദൈവം കൽപ്പിച്ച് നൽകുക. ഇന്ന് ലിബിനും റോസ്ലിനും ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹത്തിലും പരിപാലനയിലും കീഴിൽ ഒന്നിക്കുമ്പോൾ ലിബിന് വേണ്ടി ദൈവം കണ്ടെത്തിയ തുണയാണ് റോസ്ലിൻ. റോസ്ലിന് വേണ്ടി ദൈവം കണ്ടെത്തിയ തുണയാണ് ലിബിൻ. പരസ്പരം സ്നേഹിക്കാനും ജീവിതം പങ്കിടുവാനും ആദരവോടും സ്നേഹത്തോടും കൂടി തങ്ങളുടെ ഏൽപ്പിച്ച ആ ഒരു കുടുംബജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ദൈവം നിങ്ങളെ പ്രത്യേകമാവിധം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരു ബലിയായി കാണുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ കുർബാന നമ്മൾക്കറിയാമല്ലേ, ഏറ്റവും സ്നേഹത്തോടുകൂടി യേശുനാഥൻ മക്കൾക്കായി അർപ്പിച്ച ആ ബലിയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയായി മാറുവാനായിട്ട് നിങ്ങൾക്ക് പരസ്പരം കഴിയുമ്പോഴാണ് ആ ജീവിതം സാഫല്യമായിട്ട് മാറുന്നത്. ഒരു കുർബാനയായി നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മൾ പറയുവാനും പ്രസംഗിക്കുവാനൊക്കെ വളരെ എളുപ്പമാണ്. ജീവിതം ബലിയാണ്, ജീവിതം പരിശുദ്ധ കുർബാനയാണെന്നൊക്കെ പറയുവാനായിട്ടൊക്കെ എളുപ്പമാണ്. അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന സ്നേഹവും ത്യാഗവും അത് അനുവർത്തിക്കുമ്പോഴാണ് ആ ബലി മനോഹരമാവുന്നത്, അത് ഭംഗിയാവുന്നത്, അത് രക്ഷാകരമാവുന്നത്. നിങ്ങളുടെ ജീവിതം രക്ഷാകരമായ ബലിയായി കൂദാശയായി പരിണമിക്കണമെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ തൻ്റെ തിരുരക്തം തന്നെ സഭയ്ക്കായി സമർപ്പിച്ച് ജീവിച്ചതുപോലെ ലിബിൻ റോസ്ലിന് ലിബിന് വേണ്ടിയും പരസ്പരം സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം രക്ഷാകരമായി മാറും. അങ്ങനെ നല്ലൊരു കൂദാശയെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ കുടുംബജീവിതം മാറട്ടെ, വിവാഹ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലും സഹോദരങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിലും ബന്ധുമിത്രാദികളുടെ പേരിലും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവനാമത്തിൽ നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ അതിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രതികരമാവിധം ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രം വിവാഹം ചെയ്ത് ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മാത്യു എന്ന ലിബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ റോസ എന്ന റോസലിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. റോസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ.
വിവാഹ വാഗ്ദാനത്തെ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആയി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നാഥനുമായും മാർ യോസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനം ഞങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബാഖയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കുദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.